ഹായ് കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ ഇന്നൊരു ആട്ടിൻ സൂപ്പാണ് തയ്യാറാക്കി നോക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ കറി വെക്കാൻ മേടിച്ചതിൽ നിന്നും ഞാൻ എല്ലോട് കൂടിയ കഷ്ണങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. അതെല്ലാം കഴുകി വാരി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലത്തരി, ബേ ലീഫ് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഒന്ന് ചതച്ചിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ചുമന്നുള്ളി വട്ടത്തിലരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച്, ഞാൻ 1 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഉപ്പും ചേർത്ത് നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ 1-2 വിസിൽ അടുപ്പിച്ചതിന് ശേഷം ഫ്ലെയിം സിമ്മിലേക്ക് ആക്കി വെച്ച് 7 വിസിലോട് കൂടി അടുപ്പിച്ചെടുത്തതിന് ശേഷം, എന്നാൽ മാത്രമേ നമ്മുടെ സൂപ്പിൻ്റെ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ. ഫ്ലെയിം നമുക്ക് 7-8 വിസിൽ കേട്ടതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിനുശേഷം നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് നമുക്ക് താളിപ്പ് തയ്യാറാക്കി നോക്കാം. അല്പം അതിലേക്ക് നെയ്യ് ഒഴിച്ച് അതിൽ വട്ടത്തിലരിഞ്ഞ ഉള്ളികളെല്ലാം ചേർത്ത് കൊടുത്ത് വേപ്പിലയും ചേർത്ത് കൊടുത്ത് താളിപ്പ് തയ്യാറാക്കി സൂപ്പിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വളരെ രുചികരമായതും ആരോഗ്യകരമായതുമായ ഒരു സൂപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. മഴക്കാലമൊക്കെ എല്ലാവർക്കും മുട്ടുവേദനയും കാലുവേദനയൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിനെല്ലാം ഒരു പരിഹാരമാണ് കേട്ടോ ഈ ആട്ടിൻ സൂപ്പ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.